ബാങ്കോക്ക് പട്ടായ ഫോർ 5 days. കുറഞ്ഞ ചിലവിൽ വിത്ത് എ പെർഫെക്റ്റ് പ്ലാൻ എങ്ങനെ പോയി വരാം. എവിടെ ചിലവ് വേണം, എവിടെ വേണ്ട, എന്ത് സ്കിപ്പ് ചെയ്യാം, എന്ത് മിസ് ചെയ്യരുത്, അതെല്ലാം. So today is day 1 of my journey from Kochi to Pattaya. ഈ ട്രിപ്പ് ഒഫീഷ്യലി തുടങ്ങുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്ന്. ഇൻ്റർനാഷണൽ ട്രിപ്പാണെങ്കിലും പ്ലാൻ ക്ലിയർ ആണ്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഇച്ചിക വഴി ഒരാൾക്ക് 20,000 രൂപയിൽ താഴെ. ബഡ്ജറ്റ് ട്രിപ്പാണെങ്കിൽ ഫ്ലൈറ്റ് തന്നെയാണ് ആദ്യ ഗെയിം ചേഞ്ചർ. രാത്രി ടേക്ക് ഓഫ്. ഇവിടെ നിന്ന് ടൈം സോൺ മാറുന്നു, മൈൻഡ് സെറ്റും മാറുന്നു. സൺറൈസ്, അതും ബാങ്കോക്കിന് മുകളിൽ നിന്ന്. ലാൻഡിങ്ങിന് മുൻപ് ഒരു ഫ്രഷ് എനർജി ഫീൽ. ബാങ്കോക്ക് എയർപോർട്ടിൽ ഇറങ്ങിയാൽ ആദ്യത്തെ ഫ്യൂ മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നാൽ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് പട്ടായയിലേക്കുള്ള ബസ് ബുക്ക് ചെയ്യാം. ഞങ്ങൾ സിനിമ എടുത്തത് എയർപോർട്ടിൽ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 7-Eleven ഷോപ്പിൽ നിന്നാണ്. എയർപോർട്ടിൽ നിന്ന് 9 മണിക്കത്തെ പട്ടായ ബസ് ഫില്ലായി, പിന്നെ വരുന്നത് 1 മണിക്കാണ്. സോ അവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല, നേരെ ക്യാബ് ഓർ ബസ് എടുത്ത് നേരെ വയറുള്ള ടെർമിനലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും പട്ടായയിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടുന്നു. പട്ടായയിലേക്ക് ഞങ്ങൾക്ക് ടോട്ടൽ ബസ് കോസ്റ്റ് വന്നത് പെർ ഹെഡ് 170 ആണ്. പട്ടായ നോർത്ത് ടെർമിനൽ വരെയാണ് ബസ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ബോൾട്ട് ക്യാബ് ബുക്ക് ചെയ്താണ് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോയത്. തായ്ലാൻഡിൽ ബോൾട്ട് ആണ് ബെറ്ററായി തോന്നിയത് ക്രാബിനേക്കാളും. ഞങ്ങൾ സ്റ്റേ ചെയ്തത് വൈക്കിങ്സ് റിസോർട്ട്. ക്വയറ്റ് പ്ലേസ്, ക്ലീൻ റൂംസ് ആൻഡ് പൂൾ ഫെസിലിറ്റി. മെയിൻ ഹബിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ്, പക്ഷേ ആംബിയൻസ് അത് വർത്താണ്. മോർണിംഗിൽ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവരുടെ സോസ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ചെറുതായി ഒന്ന് പണി പാളി. അതുകൊണ്ട് ഉച്ചക്കത്തെ ലഞ്ച് 7-Eleven എന്നാക്കി. പാക്ക്ഡ് മീൽസ് അവിടെ നിന്ന് കിട്ടും, അവിടെ തന്നെ ഹീറ്റ് ചെയ്ത് തരും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ട്രാവൽ ഡേയ്സിൽ ഹെവി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. അടുത്ത ലക്ഷ്യം സാഞ്ചുറി ഓഫ് ട്രൂത്ത്. ടിക്കറ്റ് ക്ലൂക്ക് ആപ്പിൽ നിന്നും ബുക്കാക്കി. വിസിറ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. ക്യൂ അവോയ്ഡ് ചെയ്യാം, ടൈം സേവ് ചെയ്യാം. A colossal, entirely wooden castle by the sea, serving as a museum dedicated to Eastern philosophy, religion, and human wisdom, featuring intricate carvings of deities, mythological creatures, and scenes representing spiritual concepts like impermanence, family, and the cycle of life. All built without iron nails and showcasing a blend of Thai, Khmer, Indian, and Chinese artistic styles. വൈകുന്നേരം ക്യാബ് വിളിച്ച് നേരെ ടെർമിനൽ 21 മാൾ. ലിറ്റിൽ റെസ്റ്റ്, AC ബ്രേക്ക്. മാളിൽ നിന്ന് പട്ടായ ബീച്ചിലേക്ക് ഒരു വാക്കിംഗ്. സൺസെറ്റ്
ഈ ദിവസം ഇവിടെ പോസ്റ്റ് ചെയ്താൽ മതി എന്നൊരു ഫീലിംഗ്. നൈറ്റ് ലൈഫ്. ബാറിൽ നിന്ന് ലിക്കർ വാങ്ങുന്നത് കോസ്റ്റ്ലിയാണ്, പക്ഷെ ബാറിൽ കയറാണ്ടിരിക്കുന്നത് അതിലും വലിയ നഷ്ടമാണ്. സോ ചൂസ് വൈസ്ലി.